ഹായ് മക്കളെ, കിഡുമാക്സിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ഇന്ന് നമ്മൾ ICSE 10th രണ്ടാമത്തെ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങുന്നത് ബാങ്കിങ്. അപ്പോൾ കഴിഞ്ഞ പാഠം ചെയ്തതുപോലെയല്ല നമ്മൾ ചെയ്യുന്നത്. അത് നമ്മൾ എന്താണ്, ഒരു ചാപ്റ്റർ എടുത്തു, പിന്നെ അതിൻ്റെ എല്ലാ പ്രോബ്ലം ആ രീതിയിലാണ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ എനിക്ക് കിട്ടിയൊരു ഫീഡ്ബാക്ക്, ICSE സ്റ്റുഡൻസിൽ നിന്ന് തന്നെ കിട്ടിയൊരു ഫീഡ്ബാക്ക് ഇങ്ങനെയാണ്: മിസ്സേ, ഞങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യനും ഒന്നും ചെയ്ത് കിട്ടണ്ട, ഞങ്ങൾക്ക് പാഠം മൊത്തമായിട്ടൊന്ന് മനസ്സിലാക്കി തരണം, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്നൊന്ന് പറഞ്ഞു തരണം. ഇതാണ് അവർ പറഞ്ഞത്. അപ്പോൾ എനിക്ക് തോന്നി കുഴപ്പമില്ല, എന്നാൽ അങ്ങനെ നോക്കാം, നിങ്ങൾക്ക് അത് മതി, എങ്കിൽ അങ്ങനെ മതി. അപ്പം നമ്മൾ ഇപ്പോൾ ഈ സെഷൻ തൊട്ട് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഈ മൊത്തം പാഠത്തിനെ നമ്മളൊന്ന് വിലയിരുത്തും, ഏത് നമ്മുടെ ബോർഡ് എക്സാമിൻ്റെ വെളിച്ചത്തിൽ. അതിനുശേഷം നമ്മൾ അതിൽ നിന്ന് വരാൻ സാധ്യത എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്നൊരു പാറ്റേൺ തരും, അത് വെച്ചിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യും. അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ് കാണാം, നിങ്ങൾക്ക് ഇത് കംഫർട്ടബിൾ ആണ്, ഇങ്ങനെ മതി എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് നിങ്ങളുടെ അഭിപ്രായം പറയണം കേട്ടോ. ഞാൻ നിങ്ങളുടെ ഫീഡ്ബാക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നോക്കാം ബാങ്കിങ്ങിൻ്റെ ചാപ്റ്റർ അല്ലേ. ബാങ്കിങ്ങിൻ്റെ ചാപ്റ്റർ നിങ്ങളുടെ ടെക്സ്റ്റിലെ ഫസ്റ്റ് സെഷനിലാണ്, അതായത് കൊമേഴ്ഷ്യൽ മാത്തമാറ്റിക്സിൻ്റെ കീഴിൽ വരുന്ന രണ്ടാമത്തെ ചാപ്റ്ററാണ് ബാങ്കിങ്. കൊമേഴ്ഷ്യൽ മാത്തമാറ്റിക്സ് തന്നെ വന്നായിരുന്നു GST, പിന്നെ വരുന്നതാണ് ബാങ്കിങ്, പിന്നെ വരുന്നത് ഷെയർസ് ആൻഡ് ഡിവിഡൻഡ്. അതിൽ ഷെയർസ് ആൻഡ് ഡിവിഡൻഡ് ഈ വർഷത്തെ നമ്മുടെ സിലബസിൽ നിന്ന് തൽക്കാലത്തേക്ക് റിമൂവ് ചെയ്തേക്കാണല്ലോ. അപ്പോൾ നമുക്കറിയാം, സാധാരണ കഴിഞ്ഞ വർഷം വരെ ബാങ്കിങ്ങിൻ്റെ ചാപ്റ്ററിൽ നിന്ന് എത്ര മാർക്കിൻ്റെ ക്വസ്റ്റിനാണ് വന്നിരുന്നത്? 6 മാർക്കിൻ്റെ ക്വസ്റ്റിനാണ് വന്നിരുന്നത്. സെക്ഷൻ Aയിൽ 3 മാർക്കിൻ്റെ ചോദ്യം വരും, സെക്ഷൻ Bയിൽ 3 മാർക്കിൻ്റെ ചോദ്യം. അങ്ങനെ മൊത്തം 6 മാർക്കിൻ്റെ ക്വസ്റ്റിനാണ് നമുക്ക് ബാങ്കിങ്ങിൻ്റെ സെക്ഷനിൽ നിന്ന് കിട്ടുക. അപ്പോൾ നോക്കി, മൊത്തം 100 മാർക്കിലല്ലേ നിങ്ങളുടെ വരിക, ഇൻറ്റേർണൽ മാർക്സ് ഉൾപ്പെടെ. അപ്പോൾ 6 മാർക്കെന്ന് വെച്ചാൽ 6% ആണ്. നിങ്ങളുടെ മൊത്തം മാർക്കിൻ്റെ 6% ഈ ചാപ്റ്ററാണ് ഡൊണേറ്റ് ചെയ്യുന്നത്. ഇനി ഈ വർഷം ചിലപ്പോൾ ഷെയർസ് ആൻഡ് ഡിവിഡൻസ് എടുത്ത് കളഞ്ഞതുകൊണ്ട് ഷെയർസ് ആൻഡ് ഡിവിഡൻസിൻ്റെ ചാപ്റ്ററിൽ നിന്ന് 3 മാർക്കിൻ്റെ ക്വസ്റ്റൻ അല്ലേ വന്നിരുന്നത്, അതും കൂടി ചിലപ്പം ഈ 2 സെക്ഷനിലേക്ക് ചിലപ്പം അവർ ഇത് അലോട്ട് ചെയ്തെന്നിരിക്കാം. അതെങ്ങനെയാണെന്ന് ഫൈനൽ ഡിസിഷൻ വന്നിട്ടില്ല, അത് അറിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാം കേട്ടോ. അപ്പോൾ ഈ ബാങ്കിങ്ങിൻ്റെ ചാപ്റ്ററിലേക്ക് വരാം. എന്താ നമ്മൾക്ക് ഇവിടെ പഠിക്കാനുള്ളത്? റെക്കറിംഗ് ഡെപ്പോസിറ്റിനെ പറ്റിയിട്ടാണ് അല്ലേ. റെക്കറിംഗ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്സ്. അപ്പോൾ റെക്കറിംഗ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്സ് എന്ന് പറയുമ്പോൾ അപ്പോൾ പലതരം അക്കൗണ്ട് ഉണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കും. പലതരം അക്കൗണ്ട് ഉണ്ട് അല്ലേ നമുക്ക് ബാങ്കിൽ. ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ കൂടുതൽ നമുക്ക് അല്ലെങ്കിൽ സേവ് ചെയ്യാൻ പറ്റാത്ത പൈസ നമ്മൾക്ക് വേണ്ടി സൂക്ഷിക്കുകയും ഇനി ആർക്കെങ്കിലും പൈസയ്ക്ക് അത്യാവശ്യമുള്ളവർക്ക് വേണ്ടി അത് ഡിസ്ട്രിബ്യൂട്ട് ഒക്കെ ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലേ. അത് നമുക്ക് ഒത്തിരി സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ATM സർവീസ് ഉണ്ട്, നമ്മുടെ ടാക്സ് ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്താറുണ്ട്. ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. അക്കൗണ്ട്സ് തന്നെ ഒത്തിരി തരം അക്കൗണ്ട്സ് ഉണ്ട്. സേവിങ്സ് അക്കൗണ്ട് ഉണ്ട്. സേവിങ്സ് അക്കൗണ്ട് എന്ന് വെച്ചാൽ എന്താ, നമുക്ക് എപ്പോഴൊക്കെ പൈസ നമ്മുടെ കയ്യിൽ ഇപ്പോൾ 5000 രൂപ കിട്ടി, ഓക്കെ, എനിക്കിപ്പോൾ ഇത് കയ്യിൽ വെച്ച് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അത് ഞാൻ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യുന്നു. എനിക്ക് എവിടെ നിന്നാണോ ആവശ്യം അവിടെ നിന്ന് ഞാനത് ATM വഴി എടുക്കുന്നു. അത് സേവിങ്സ് അക്കൗണ്ട് എന്ന് വെച്ചാൽ എനിക്ക് വേണ്ടി സേവ് ചെയ്യുന്ന, എൻ്റെ പേഴ്സ് പോലെ കൈകാര്യം ചെയ്യാവുന്ന ഒരു അക്കൗണ്ട് സിസ്റ്റം ആണെന്ന് തന്നെ പറയാം. ഇനി അതല്ലാതെ എന്തുണ്ട്, ഫിക്സഡ് അക്കൗണ്ടിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. ഫിക്സഡ് അക്കൗണ്ടിൻ്റെ പ്രത്യേകത എന്താ? അപ്പോൾ ഈ സേവിങ്സ് അക്കൗണ്ടിൻ്റെ പ്രത്യേകത എന്താ, അതിൽ ചിലപ്പം വളരെ ചെറിയ തോതിലുള്ള ഒരു ഇൻട്രസ്റ്റ് പെർസെൻറ്റേജ് നമുക്ക് ഗവൺമെൻറ് ബാങ്ക് സെക്ടർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് വരുന്നത് എന്താ, ഫിക്സഡ് അക്കൗണ്ട്. ഫിക്സഡ് അക്കൗണ്ടിൻ്റെ പ്രത്യേകത എന്താ, ഇപ്പം ഞാൻ ഒരു സ്ഥലം വിറ്റപ്പോൾ എനിക്ക് ഒരു എമൗണ്ട് കിട്ടി, ഒരു 10 lakhs rupees കിട്ടി. അപ്പോൾ ഞാൻ വിചാരിക്കണോ, എനിക്കിപ്പോൾ ഈ 10 lakhs-ൻ്റെ ആവശ്യമില്ല, എന്നാൽ എനിക്ക് 10 വർഷം കഴിഞ്ഞിട്ട് ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ട് ഈ 10 lakhs എനിക്ക് എടുക്കാം. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ, ഈ 10 വർഷത്തേക്ക് ഈ 10 lakh rupees എനിക്ക് സേവ് ചെയ്ത് വെക്കണം. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു, ബാങ്കിൽ കൊണ്ടുപോയി ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് ചെയ്യുന്നത്. അതായത് ഈ 10 lakhs ഫുള്ളായിട്ട് ഞാൻ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യണം. എത്ര നാളത്തേക്കാണ്? 10 വർഷത്തേക്ക്. അപ്പോൾ ആ ഫിക്സഡ് ഡെപ്പോസിറ്റിന് വേണ്ടിയിട്ട് ഞാൻ ആ 10 ലക്ഷം അവിടെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോയി അതിൽ നിന്ന് കുറേശ്ശെ എടുക്കലും കുറേശ്ശെ കൂടുതൽ ഇടലും ഒന്നുമില്ല. ആ 10 ലക്ഷം ഇട്ട് കഴിഞ്ഞാൽ ഇനി 10 വർഷം കഴിഞ്ഞിട്ടാണ് ഞാനത് എടുക്കുന്നത്. അത് ഫിക്സഡ് ആണ്. ആ എമൗണ്ട് ഫിക്സഡ് അളവിലേക്കാണ്, 10 വർഷം. അത് ഫിക്സഡ് ഡെപ്പോസിറ്റ്. പിന്നെ എന്താ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കറണ്ട് ഡെപ്പോസിറ്റ് അല്ലേ. കറണ്ട് ഡെപ്പോസിറ്റ് എന്തിനാണ്? ബിസിനസ് പീപ്പിളിനൊക്കെ വേണ്ടിയിട്ടാണ്. വലിയ വലിയ ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്തുന്നവർക്ക്, ഓവർ ഡ്രാഫ്റ്റ് ഒക്കെ എടുക്കണം എന്നുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. ബിസിനസ് പീപ്പിളിന് വേണ്ടിയിട്ടാണ് കറണ്ട് അക്കൗണ്ട്. പിന്നെ വരുന്നതാണ് എന്ത്, റെക്കറിംഗ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു സ്ഥിര വരുമാനം ഉള്ളവർക്ക്, അവർക്കൊരു സേവിങ്സ് നടത്തണമെങ്കിൽ അതിന് അവരെ സഹായിക്കുന്നതാണ് റെക്കറിംഗ് ഡെപ്പോസിറ്റ്. മിക്കവാറും നിങ്ങളുടെ എല്ലാവരുടെയും തന്നെ പലരുടെയും തന്നെ പേരൻസിന് ഉണ്ടാവും. നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ചിലപ്പോൾ അവർ റെക്കറിംഗ് ഡെപ്പോസിറ്റ് തുടങ്ങിയിട്ടുണ്ടാവും. ഇപ്പോഴത്തെ ഒരു ശൈലിയാണ്, അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇങ്ങനെയുണ്ട്. അതായത് എന്താണ്, നമ്മൾ കുറച്ച് നമുക്ക് വേണ്ടി ഒരു നിശ്ചിത സംഖ്യ സേവ് ചെയ്ത് വെക്കുകയാണ്. അതായത് ഇപ്പോൾ ഞാൻ വിചാരിക്കണം എൻ്റെ ശമ്പളത്തിൽ നിന്ന് എല്ലാ മാസവും ഒരു 5000 രൂപ വെച്ച് എനിക്ക് മാറ്റി വയ്ക്കാം, അല്ലെങ്കിൽ ഒരു 1000 രൂപ, അല്ലെങ്കിൽ 200 രൂപ, എത്ര വേണമെങ്കിലും നമ്മൾ മാറ്റി വയ്ക്കാമെന്ന് തീരുമാനിക്കും. ഇപ്പോൾ 1000 രൂപയെന്ന് തീരുമാനിച്ചു. എന്തിനാണ്? ഞാൻ വിചാരിക്കുകയാണ് 2 വർഷം കഴിഞ്ഞിട്ട് എനിക്കൊരു വണ്ടി മേടിക്കണം. അപ്പോൾ വണ്ടി മേടിക്കാൻ വേണ്ടി ഞാൻ ഇപ്പം തൊട്ട് എല്ലാ മാസവും 1000 മാസമാണ് കേട്ടോ, എല്ലാ മാസവും ഞാൻ 1000 രൂപ കൊണ്ടുപോയി ബാങ്കിലിടും. എനിക്കിഷ്ടമുള്ള തുകയല്ല ഇടുന്നത്. 1000 എന്ന് ഞാൻ ആദ്യത്തെ മാസം ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ എല്ലാ മാസവും ഞാൻ എത്ര തന്നെ ഇടണം? 1000 തന്നെ ഇടണം. അങ്ങനെ ഞാൻ 1000 rupees വെച്ച് ഡെപ്പോസിറ്റ് ചെയ്ത്
ഞാൻ എത്ര വർഷത്തേക്കാണ് 2 വർഷത്തേക്കാണ് ഇട്ടതെങ്കിൽ മാസം കണക്ക് കൂട്ടുമ്പോൾ എത്ര മാസമായി 24 മന്ത്സ് അല്ലേ. 24 മന്ത്സിന് ശേഷം ഞാൻ ഈ പൈസ തിരിച്ചു തരും എനിക്ക് ബാങ്ക്. അപ്പോൾ ഈ ബാങ്ക് തിരിച്ചു തരുമ്പോൾ എനിക്ക് ഞാൻ ഇട്ട പൈസ മാത്രമാണോ തിരിച്ചു തരാം? അല്ല, അതിൻ്റെ കൂടെ അവരൊരു സർട്ടൺ പെർസെൻറ്റേജ് ഓഫ് ഇൻട്രസ്റ്റും കൂടി എനിക്ക് തരും. കാരണം എന്താ, എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തിരുന്ന ഈ കാശ് അവരെന്ത് ചെയ്തിട്ടുണ്ടാവും, മറ്റ് പലർക്കും ലോണായി കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അവരിൽ നിന്ന് അവർക്കൊരു പലിശ കിട്ടിയിട്ടുണ്ട്. ആ പലിശയിൽ നിന്ന് ഒരു ഭാഗമാണ് എനിക്ക് തരുന്നത്. അല്ലാതെ ബാങ്ക് എനിക്ക് വേണ്ടി എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നതല്ല. ഞാൻ അവരെ ഒരു തരത്തിൽ ഹെൽപ്പ് ചെയ്യായിരുന്നു. എന്തിന്? മണി ട്രാൻസാക്ഷൻസിന് വേണ്ടിയിട്ട്. അവർ എന്നെ തിരിച്ച് അതുപോലെ തന്നെ റിവാർഡ് ചെയ്യുന്നു. എങ്ങനെ? ഒരു സർട്ടൺ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് തന്നുകൊണ്ട്. അപ്പോൾ ഇതാണ് റെക്കറിംഗ് ഡെപ്പോസിറ്റിൻ്റെ കാര്യം പറഞ്ഞത്. അപ്പോൾ ഈ റെക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തൊക്കെ വരണം? എന്തൊക്കെയാണ്? ഒരു ഫിക്സഡ് എമൗണ്ട് ആണ് നമ്മൾ എല്ലാ മാസവും ഇടേണ്ടത്. ഫിക്സഡ് എമൗണ്ട് പെർ മന്ത് നമ്മൾ നിക്ഷേപിക്കണം. എത്ര നാളത്തേക്ക്? എ ഫിക്സഡ് പീരീഡിലേക്ക്. ഓക്കെ. അപ്പോൾ ഒരു റെക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് വെച്ചാൽ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ഒരു ഫിക്സഡ് എമൗണ്ട് വെച്ചിട്ട് ഞാൻ പെർ മന്ത് ഫോർ എ ഫിക്സഡ് പീരീഡ് ഞാൻ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ഈ ഫിക്സഡ് പീരീഡ്, അതായത് നമ്മളിപ്പോൾ 10 വർഷം എന്നാണ് പറയുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്താ പറയുക? മെച്യൂരിറ്റി പീരീഡ് ഓഫ് ദ അക്കൗണ്ട് എന്നാ പറയുക. മെച്യൂരിറ്റി പീരീഡ്. ആ മെച്യൂരിറ്റി പീരീഡിന് ശേഷം അവരെനിക്ക് തിരിച്ചു തരുന്ന എമൗണ്ടിനെ ഞാൻ വിളിക്കുന്ന പേരാണെന്ത്? മെച്യൂരിറ്റി വാല്യൂ. മെച്യൂരിറ്റി വാല്യൂ. മെച്യൂരിറ്റി വാല്യൂ. അപ്പം മെച്യൂരിറ്റി വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഫോർമുല എന്താണ്? ഞാൻ ഓരോ മാസവും ഇട്ട ഫിക്സഡ് എമൗണ്ട് അല്ലേ, അതിനെ നമുക്ക് പി എന്ന് വിളിക്കാം. നമ്മൾ ഓരോ മാസവും നിക്ഷേപിച്ചുകൊണ്ടിരുന്ന ഫിക്സഡ് എമൗണ്ട്. എത്ര മാസത്തേക്കാണ് നിക്ഷേപിച്ചത്? എൻ. അപ്പോൾ പി ഇൻറ്റു എൻ ആയിരിക്കുമല്ലോ ഇപ്പം ടോട്ടൽ അവിടെ കിടക്കുന്നത് എമൗണ്ട്. ഞാൻ അതിൽ ഇട്ടിരിക്കുന്ന കാശ് എത്രയായിരിക്കും? പി ഇൻറ്റു എൻ. എല്ലാ മാസവും ഞാനിപ്പോൾ 1000 രൂപ വെച്ചിട്ടു. അങ്ങനെ ഞാൻ 24 മാസം ഇട്ടു. 1000 ഇൻറ്റു 24, അതായത് 2 വർഷം ഇട്ടു. അപ്പോൾ എന്താവും? ഇത് 24,000 ആവും. പക്ഷെ എനിക്ക് 24,000 അല്ല ബാങ്ക് തിരിച്ചു തരാം. അത് തന്നാൽ ഞാൻ സമ്മതിക്കില്ലല്ലോ, എൻ്റെ വീട്ടിൽ വെച്ചാൽ പോരെ നിൽക്കും. എന്താണ് ഇതിൽ എനിക്കുള്ള ഗുണം? ഞാൻ ഇട്ട തുകയോട് ചേർത്ത് അവരെന്ത് തരും? ഒരു സർട്ടൺ പെർസെൻറ്റേജ് ഓഫ് ഇൻട്രസ്റ്റ് തരും. അപ്പോൾ ആ ഇൻട്രസ്റ്റ് എത്രയാണ് എന്ന് കണക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് ആണ് ദ ഫോർമുല. I ഈക്വൽ ടു പി ഇൻറ്റു എൻ ഇൻറ്റു എൻ പ്ലസ് 1/2 ഇൻറ്റു 12 ഇൻറ്റു R/100. എന്താണ് ഈ R/100? Where R/100 is the rate of interest. Rate of interest. ഓക്കെ. അപ്പം ഒരു സർട്ടൺ എമൗണ്ട് ഓഫ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ഞാൻ തുടങ്ങുന്ന ഫിക്സഡ് എമൗണ്ട് വെച്ചിട്ട് ഫിക്സഡ് പീരീഡിലേക്ക് വേണ്ടിയിട്ട് എല്ലാ മാസവും നിക്ഷേപിക്കുന്ന ഒരു അക്കൗണ്ടിനെ നമുക്ക് വിളിക്കാവുന്ന പേരാണ് റെക്കറിംഗ് അക്കൗണ്ട്. അപ്പോൾ ഈ റെക്കറിംഗ് അക്കൗണ്ടിൻ്റെ ചാപ്റ്ററിൽ, ഈ ബാങ്കിങ്ങിൻ്റെ ചാപ്റ്ററിൽ ഏറ്റവും പ്രത്യേകമായ കാര്യം എന്താണെന്ന് വെച്ചാൽ 2 ഫോർമുല ഉള്ളൂ പഠിക്കാൻ. 2 ഫോർമുല പഠിച്ച് അതിൻ്റെ കണക്കുകൾ പഠിച്ചു കഴിഞ്ഞാൽ എത്ര മാർക്ക് കയ്യിലിരിക്കും? നമുക്ക് 6 മാർക്ക് കയ്യിലിരിക്കും. ഈ 2 ഫോർമുല വെച്ചിട്ടാണ് ഈ പാഠത്തിൽ മൊത്തം കണക്കും ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ വരുന്ന ടേംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പി എന്ന് പറയുന്നൊരു ഇത് വരുന്നുണ്ട് അല്ലേ. പി എന്താണ്? എമൗണ്ട് ഡെപ്പോസിറ്റഡ് പെർ മന്ത്, അല്ലാണ്ട്. ഇനി എൻ എന്താണ്? നമ്പർ ഓഫ് മന്ത്സ്. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്പർ ഓഫ് മന്ത്സ് ആണ്, ഇയേഴ്സ് അല്ല. പിള്ളേർ തെറ്റിക്കുന്ന ഒരു കാര്യമാണ്. 3 വർഷം നിക്ഷേപിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എന്നിടുമ്പോൾ എന്നിൻ്റെ സ്ഥലത്ത് വാല്യൂ ഇടുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 12 ഇൻറ്റു 3 36 എന്ന് ഇട്ടിട്ട് വേണം ചെയ്യാൻ. മന്ത്സിൻ്റെ എത്ര മാസം എന്നുള്ളതാണ് നമ്മളിവിടെ എന്നായിട്ട് എടുക്കുന്നത്. പിന്നെ ഏതാ ലെറ്റർ വരുന്നത്? ഐ എന്തിനെ സൂചിപ്പിക്കുന്നു? ഇൻട്രസ്റ്റ്. പിന്നെ ആറോ? നമ്മളിപ്പോൾ പറഞ്ഞു എന്താണ്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇങ്ങനെ 4 ലെറ്റേഴ്സ് ആണ് ഇതിൽ വരുന്നത്. ആകെ 4 തരത്തിലുള്ള കണക്ക്, അല്ല 5 തരത്തിലെന്ന് വേണേൽ പറയാം. മെച്യൂരിറ്റി വാല്യൂ, MV. അപ്പോൾ ആകെ 2 ഫോർമുലയേ ഉള്ളൂ. ആ 2 ഫോർമുലേനെ ബേസ് ചെയ്തിട്ടുള്ള 5 തരം ക്വസ്റ്റ്യൻസ് ആണ് നമുക്കിവിടെ വരാൻ സാധ്യതയുള്ളത് ഈ പാഠത്തിൽ. 5 തരം ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ എന്താ? ഒന്നെങ്കിൽ മെച്യൂരിറ്റി വാല്യൂ കണ്ടുപിടിക്കാൻ ചോദിക്കും. അതല്ലെങ്കിലോ ഈ എമൗണ്ട് ഡെപ്പോസിറ്റഡ് പെർ മന്ത് എത്രയാണെന്ന് ചോദിക്കും. അതല്ലെങ്കിലോ എത്ര മാസം കൊണ്ടാണ് ഇത്രയും കാശ് കിട്ടിയെന്ന് ചോദിക്കും. ഇനി അല്ലെങ്കിലോ അയാൾക്ക് കിട്ടിയ ഇൻട്രസ്റ്റ് എത്രയാണെന്ന് ചോദിക്കും. അതല്ലെങ്കിലോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണെന്ന് ചോദിക്കും. ആകെ 5 തരം കാര്യങ്ങൾ മാത്രം. അതായത് ഈ 2 ഫോർമുല, നമുക്കറിയാം ഈ 2 ഫോർമുലയിൽ അറിയാവുന്ന 4 കാര്യങ്ങൾ തന്നിട്ടുണ്ടാവും. 5 കാര്യങ്ങളാണ് ഉള്ളത്.
അതിൽ 4 കാര്യങ്ങൾ തന്നിട്ട് ഒരു കാര്യം കണ്ടുപിടിക്കാൻ ചോദിക്കും. അതാണ് അത്ര വലിയ കാര്യം അല്ലേ? അപ്പം നമുക്ക് നോക്കാം ഇതിന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇത്രയും മനസ്സിലായല്ലോ അല്ലേ? 2 ഫോർമുല എന്താണെന്ന് മനസ്സിലായല്ലോ. മെച്യൂരിറ്റി വാല്യൂ ഈക്വൽ ടു P into n plus I, where I equal to P into n into n plus 1 by 2 into 12 into R by 100. R by 100 എന്ന് എഴുതാൻ കാരണം എന്താ? ഇത് പെർസെൻറ്റേജിലായിരിക്കും തന്നേക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ R by 100 എന്ന് എഴുതണം. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി പ്രോബ്ലത്തിലേക്ക് വരാം. 5 തരം പ്രോബ്ലം നമ്മൾ ഓരോന്ന് വെച്ച് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ടൈപ്പ് 1 ക്വസ്റ്റ്യൻസിലേക്ക് വരാം. ഞാൻ പറഞ്ഞല്ലോ 5 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരാൻ സാധ്യത. അപ്പോൾ ടൈപ്പ് 1 ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. എന്ത്? നമുക്ക് മെച്യൂരിറ്റി വാല്യൂ കണ്ടുപിടിക്കാൻ ചിലപ്പോൾ നമ്മളോട് ചോദിക്കാം. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. എന്താണ്? മിസ്സിസ് മാത്യു ഓപ്പൺഡ് ആൻ ആർ ഡി അക്കൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ റെക്കറിംഗ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ആണ് കേട്ടോ. ഇൻ എ സർട്ടൺ ബാങ്ക് ആൻഡ് ഡെപ്പോസിറ്റഡ് ₹650 per month for 4.5 years. Find the maturity value of the account if the bank pays interest at a rate of 12% per year. അപ്പോൾ ഈ സെക്ഷനിൽ നമ്മുടെ ഇൻട്രസ്റ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ടെൻഷൻ അടിക്കണ്ട. ഇനി നോക്കിക്കേ, നമുക്കിങ്ങനെ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ അതിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാം? അണ്ടർലൈൻ ചെയ്ത് പോകാം. ഓക്കെ, അപ്പം നോക്കാം. മിസ്സസ് മാത്യു ഓപ്പൺഡ് എ റെക്കറിംഗ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഇൻ എ സർട്ടൺ ബാങ്ക് ആൻഡ് ഡെപ്പോസിറ്റഡ് ₹640 per month. അപ്പോൾ അത് അണ്ടർലൈൻ ചെയ്തു. ഫോർ എത്ര ഇയേഴ്സ് ആണ്? 4.5 years. ഇനി ഫൈൻഡ് ദ മെച്യൂരിറ്റി വാല്യൂ ഓഫ് ദ അക്കൗണ്ട് ഇഫ് ദ ബാങ്ക് പേസ് ഇൻട്രസ്റ്റ് അറ്റ് എ റേറ്റ് ഓഫ് 12%. നമുക്കിപ്പോൾ ഇവർ എന്തൊക്കെ തന്നിട്ടുണ്ട്? നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? ഓരോ മാസം ഇടുന്ന ക്യാഷ് എത്രയാണെന്ന് തന്നിട്ടുണ്ട് അല്ലേ? ദാറ്റ് ഈസ് എത്രയാണ്? ₹640. നിങ്ങളെ സംബന്ധിച്ചുണ്ടല്ലോ ഈ റുപ്പീസിന്റെ സൈൻ ഒക്കെ ഇടുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അത് ഇട്ടില്ലെങ്കിൽ നിങ്ങളുടെ മാർക്ക് റെഡ്യൂസ് ചെയ്യും. ഇനി നോക്കിയേ, പീരീഡ് എൻ എത്രയാണെന്നാ പറഞ്ഞേക്കുന്നത്? 4.5 years എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ n ഈക്വൽ ടു 4.5 years എന്നാ തന്നിരിക്കുന്നത് അല്ലേ? പക്ഷെ നമുക്കറിയാം n 4.5 years എന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന്. അപ്പൊ നമുക്ക് ഇതിനെ എന്ത് പറയാം? മറ്റൊരു രീതി പറഞ്ഞാൽ ഇത് 4 years plus half years അല്ലേ? ഇതിനെ നിങ്ങളൊന്ന് കൂട്ടി നോക്കിയേ. 4 years എന്ന് വെച്ചാൽ എത്രയാ? 4 into 12 plus half years എന്ന് വെച്ചാൽ എത്രയാ? 6 months. That is equal to എന്ത് വരും? 48 plus 6. That is equal to 54 months എന്നാണ് വരുന്നത്. ഏത്? നമ്പർ ഓഫ് മന്ത്സ് 54 months. ഇനി നോക്കിയേ, ഇനി നമുക്ക് എന്താ തന്നിരിക്കണേ? 6 തന്നിട്ട് R ഈക്വൽ ടു എത്രയെന്നാ തന്നിരിക്കണേ? 12%. അപ്പൊ നമുക്ക് ചോദ്യത്തിൽ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കി ഇനി എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? മെച്യൂരിറ്റി വാല്യൂ അല്ലേ? അപ്പൊ മെച്യൂരിറ്റി വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് വേണം? മെച്യൂരിറ്റി വാല്യൂയുടെ ഫോർമുല നമുക്കറിയാം. എന്താണ്? P into n plus I. അപ്പൊ നമുക്ക് ഇൻട്രസ്റ്റ് അറിയാതെ മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കാം? ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാം. ഇൻട്രസ്റ്റ് ഈക്വൽ ടു ഫോർമുല P into n plus 1 by 2 into 12 into R by 100. ഇതെല്ലാം നമുക്ക് അറിയുന്ന കാര്യങ്ങളല്ലേ? P എത്രയാണ്? 640 into n എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്? 54 months into n plus 1 ഇതിനോട് ഒന്ന് കൂട്ടാം. അപ്പൊ എത്ര വരും? 55 by 2 into 12 into R എത്രയാണ്? 12 by 100. ഇത് നമ്മൾ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഉടനെ ചാടി കയറി മൾട്ടിപ്ലൈ ചെയ്യരുത്. എന്ത് ചെയ്യണം? മാക്സിമം സിംപ്ലിഫൈ ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പം നമുക്ക് അത്രയും എളുപ്പമായിരിക്കില്ലേ? നിങ്ങൾ അങ്ങനെ ചെയ്യുള്ളൂ എന്നറിയാം. 12 12 ക്യാൻസൽ ആയി എന്ത് ചെയ്യാം? 2ഉം ഇതും തമ്മിൽ ചെയ്യാമല്ലോ. അപ്പോൾ 3 2 0. ഇനി ആരെ തമ്മിൽ ചെയ്യാം? 0 0 കട്ടായിപ്പോയി. അപ്പോൾ 32ഉം 10ഉം തമ്മിൽ ചെയ്യാം. 2 വെച്ച് ചെയ്യുമ്പോൾ 5, ഇത് ചെയ്യുമ്പോൾ 16. പിന്നെ വീണ്ടും 5നെ 55നെ തമ്മിൽ ചെയ്യാം. അപ്പോൾ 11. ഇപ്പോൾ ബാക്കി എന്താ വന്നേ? 16 into 54 into 11. ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുക. 16 into 54 into 11. അപ്പോൾ നമുക്കറിയാം 54 into 11 ആദ്യം ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യുക? 5ഉം 4ഉം എഴുതി നടുക്ക് എന്ത് വരും? ഇത് രണ്ടും കൂടി കൂട്ടിയത് 594. 54 into 11 4 5 4 5. നോക്കിയേ 4 9 5. ഈ 11ഉമായിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ. ഏത് നമ്പർ ആണോ 11ഉമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയിട്ട് എന്നിട്ട് നടുക്ക് എന്ത് ചെയ്യണം? അത് തമ്മിൽ കൂട്ടിയ വാല്യൂ എഴുതണം. എന്ത് വന്നു? 9. അങ്ങനെയാണ് 594 ചെയ്യാതെ തന്നെ എഴുതാൻ പറ്റി. ഇനി ഇതിനെ എന്ത് ചെയ്യണം? ഇൻറ്റു 16 ചെയ്യണം. 16 അപ്പോൾ 24 ബാലൻസ് 2 54 56 ബാലൻസ് 5 30 35 പിന്നെ 4 9 5 4 0 15 ബാലൻസ് 1
9504 എന്ന് വന്നു. എത്രയാണ് നമ്മുടെ ഇൻട്രസ്റ്റ്? ഇൻട്രസ്റ്റ് ഈക്വൽ ടു എത്ര വന്നു? റുപ്പീസ് 9504. റുപ്പീസ് എന്നുള്ള സൈൻ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? മെച്യൂരിറ്റി വാല്യൂ. therefore മെച്യൂരിറ്റി വാല്യൂ ഈക്വൽ ടു പി ഇൻറ്റു എൻ. പി എത്രയാണ്? 640 ഇൻറ്റു എൻ എത്രയാണ്? 54 പ്ലസ് 9504. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 64 into 54. 16 balance 1, 24, 25, 20 balance 2, 32. 6, 5, 4, 3. പിന്നെ ഇവിടെ ഒരു സീറോയും കൂടി ഉണ്ടായിരുന്നു, അത് കിട്ടും. എന്ത് വന്നു? 34,560 പ്ലസ് 9,004. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി ഈ രണ്ട് വാല്യൂസും തമ്മിൽ ആഡ് ചെയ്യാം. 9504 460 144. ദാറ്റ് ഈസ് റുപ്പീസ് 44,064 എന്ന് കിട്ടും മെച്യൂരിറ്റി വാല്യൂ. മനസ്സിലായ മക്കൾക്ക്? അപ്പോൾ മെച്യൂരിറ്റി വാല്യൂ കാണാൻ പറഞ്ഞാൽ എഴുതി തുടങ്ങണം. ഇൻട്രസ്റ്റ് ആദ്യം കണ്ടുപിടിച്ച് തുടങ്ങണം കേട്ടോ, എന്നിട്ട് മെച്യൂരിറ്റി വാല്യൂ കാണാം. ഇനി രണ്ടാമത്തെ തരം ക്വസ്റ്റ്യൻ അതെന്തായിരിക്കും? നമ്മളോട് ഈ പറഞ്ഞ വേറെ ആരെങ്കിലും പി അറിയില്ല, പി കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ ടൈപ്പ് 2 ക്വസ്റ്റ്യൻ നോക്കാം. എന്ത് കണ്ടുപിടിക്കാനാണ്? ടു ഫൈൻഡ് പി, അതായത് എന്താ, എല്ലാ മാസവും എത്ര രൂപ വെച്ചാൽ നിക്ഷേപിച്ചിരുന്നത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അപ്പൊ നോക്ക്, ആശിഷ് ഡെപ്പോസിറ്റ്സ്, ആശിഷിന്റെ കാര്യം പറഞ്ഞത് കേട്ടോ. എന്താ പുള്ളി ചെയ്ത? ഡെപ്പോസിറ്റ്സ് എ സർട്ടൺ സം ഓഫ് മണി എവറി മന്ത് ഇൻ റെക്കറിംഗ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഫോർ എ പീരീഡ് ഓഫ് 12 months. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ അടയാളപ്പെടുത്തി പോകുന്നു. 12 months. ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് 11% per annum. ആശിഷ് ഗെറ്റ്സ് എത്രയാണ്? റുപ്പീസ് 12,750 ആസ് മെച്യൂരിറ്റി വാല്യൂ ഓഫ് ദിസ് അക്കൗണ്ട്. വാട്ട് ഈസ് ദ സം ഓഫ് മണി ഡിഡ് ഹി പേ എവറി മന്ത്? ഇദ്ദേഹം എത്ര രൂപ വെച്ചിട്ടായിരിക്കും 12,715 റുപ്പീസ് അയാൾക്ക് മെച്യൂരിറ്റി വാല്യൂ ആയിട്ട് കിട്ടിയെന്ന് കണ്ടുപിടിക്കണം. അതായത് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? പി കണ്ടുപിടിക്കണം. അപ്പോൾ പി കണ്ടുപിടിക്കാൻ നമുക്കറിയാം. ആദ്യം വെച്ച് നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് എഴുതാം. എന്തൊക്കെയാണ് തന്നിരിക്കുന്ന കാര്യങ്ങൾ? എൻ തന്നിട്ടുണ്ട്, N 12 ആണ്, R 11% ആണ്. ഇനി മെച്യൂരിറ്റി വാല്യൂ തന്നിട്ടുണ്ട് റുപ്പീസ് 12,750. എന്തൊക്കെയാണ് നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ? ഐ നമുക്ക് അറിയാൻ പാടില്ല, പി നമുക്ക് അറിയാൻ പാടില്ല. പേടിക്കണ്ട, അറിയാം. ഇത് തന്നിട്ടില്ലെങ്കിൽ ഇത് കണ്ടുപിടിക്കാനുള്ളത് ഇതിലുള്ളത് കൊണ്ടായിരിക്കുമല്ലോ തരാത്തത്. അപ്പം നമുക്ക് ആദ്യം ആരെ കണ്ടുപിടിച്ച് തുടങ്ങാം? ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ച് തുടങ്ങാം. എന്നാലല്ലേ നമുക്ക് പിന്നെ മെച്യൂരിറ്റി വാല്യൂവിൻ്റെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് പി അറിയില്ല, പി ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കുന്നത്. നമുക്ക് ലെറ്റ് ഇറ്റ് ബി എക്സ് എന്ന് വിചാരിക്കാം. അപ്പോൾ ഇയാൾക്ക് എത്ര ഇൻട്രസ്റ്റ് കിട്ടിയെന്ന് അറിഞ്ഞിട്ട് വേണം നമുക്ക് മെച്യൂരിറ്റി വാല്യൂയോട് ഇക്വേറ്റ് ചെയ്യാം. നമുക്ക് ആദ്യം ഐ കണ്ടുപിടിക്കാം. ഇനി അതല്ല, നിങ്ങൾ ആദ്യം എം വി എന്നുള്ള ഇക്വേഷൻ, 2 ഇക്വേഷൻ അല്ലേ ഉള്ളൂ, എഴുതി തുടങ്ങിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, അവസാനം ഉത്തരത്തിലെത്തും. ആദ്യം ഐ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഇപ്പോൾ എം വി ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ തുടങ്ങിയാലും നിങ്ങൾക്ക് അവിടെ ഐ കിട്ടില്ല. അപ്പോൾ നമ്മൾ വീണ്ടും ഐ കണ്ടുപിടിക്കുന്നതിലേക്ക് വരും. ഓക്കെ, നമുക്ക് ആദ്യം ഐ കണ്ടുപിടിക്കാം. എന്താ കണ്ടുപിടിക്കാനുള്ള ഫോർമുല? എന്താ? പി ഇൻറ്റു എൻ ഇൻറ്റു എൻ പ്ലസ് 1 ബൈ 2 ഇൻറ്റു 12 ഇൻറ്റു ആർ ബൈ 100. ഇതിൽ നമ്മൾക്ക് പി അറിയില്ല, നമ്മൾ അതിനെ എന്തെടുത്തിട്ടുണ്ട്? എക്സ് ആണെന്ന് വിചാരിച്ചേക്കാണ്. അപ്പോൾ എക്സ് ഇൻറ്റു എൻ നമുക്കറിയാം എത്രയാണ്? 12 ഇൻറ്റു ഒന്ന് കൂട്ടണം. അപ്പം എന്ത് വരും? 13 ബൈ 2 ഇൻറ്റു 12 ഇൻറ്റു ആർ എത്രയാണ്? 11 ബൈ 100. ഇനി നമുക്കിതിൽ വെട്ടിക്കളയാൻ പറ്റുന്നതൊക്കെ നോക്കാം. 2 ഇത്രേ ഉള്ളൂ അല്ലേ? ഇപ്പം എന്ത് വന്നു? എക്സ് ഇൻറ്റു 13 ഇൻറ്റു 11 ബൈ 2 ഇൻറ്റു 100 ഇൻറ്റു 100. 2 തന്നെ എഴുതുന്നില്ല, 2 ഇൻറ്റു 100 എന്ന് തന്നെ നമുക്ക് തൽക്കാലം എഴുതാം. ഇനി നമ്മൾ പറഞ്ഞു 11 കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ എപ്പോഴും എങ്ങനെയാണ്? ആ നമ്പർ, ഏത് നമ്പറാണോ മൾട്ടിപ്ലൈ ചെയ്യുന്നത് അത് നീക്കി എഴുതാം, അവരുടെ രണ്ടും കൂടി സമ്മ് നടുക്ക് എഴുതാം. അപ്പം എന്ത് വന്നു? 143 ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു, നോക്കിയേ, 143യുടെ പകുതി എത്രയായിരിക്കും? ഇൻറ്റു 100 അല്ലേ? ഇതിനെ നമുക്ക് അപ്പം ഇപ്പം എക്സ് ഇൻറ്റു 143 ഇൻറ്റു 2 ഇൻറ്റു 100 എന്നല്ലേ? നമ്മളിവിടെ 200 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന കഴിഞ്ഞാൽ എന്താ നല്ലത്? 143യുടെ ഹാഫ് നോക്കാം. 143യുടെ ഹാഫ് ആണല്ലോ ബൈ 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എക്സ് ഇൻറ്റു 143യുടെ ഹാഫ് നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ് അല്ലേ? എന്താണ് ഇതിൻ്റെ പകുതി? 71.5 ബൈ എന്തുണ്ട്? 100. ദാറ്റ് ഈസ് ഈക്വൽ ടു 100 കൊണ്ടുള്ള ഡിവിഷൻ നമുക്ക് എളുപ്പമല്ലേ? ദാറ്റ് ഈസ് എക്സ് ഇൻറ്റു 0.715. ഇവിടെ ഇൻറ്റു ആണ് കേട്ടോ.
0.715x അല്ലെങ്കിൽ മറ്റൊരു രീതി പറഞ്ഞാൽ 0.715x എന്ന് എഴുതാം. ഇത് കിട്ടി. ഇനി നോക്കാം നമുക്ക് ബാക്കിനെ നമുക്ക് പി കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം. അതായത് എക്സ് എന്താണെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് മെച്യൂരിറ്റി വാല്യൂവിൻ്റെ ഫോർമുല എടുക്കാം. എന്താ മെച്യൂരിറ്റി വാല്യൂവിൻ്റെ ഫോർമുല? പി ഇൻറ്റു എൻ പ്ലസ് ഇൻട്രസ്റ്റ്. അപ്പോൾ മെച്യൂരിറ്റി വാല്യൂ അവർ തന്നിട്ടുണ്ട് എത്രയാണ്? 12,715 ഈക്വൽ ടു പി നമുക്കറിയില്ല, നമ്മളതിനെ എക്സ് എന്ന് എടുത്തിരിക്കുവാണ്, ഇൻറ്റു 12 പ്ലസ് എന്തുണ്ട് 0.715x. ദാറ്റ് ഈസ് 12 ഇൻറ്റു എക്സ് എന്ന് വെച്ചാൽ 12x അല്ലേ, പ്ലസ് 0.715x. അപ്പം നമുക്കറിയാലോ ഇത് തമ്മിൽ കൂട്ടാൻ 12.715x. 12.715x ഈക്വൽ ടു ഇപ്പം എന്താ നമുക്ക് കിട്ടിയിരിക്കുന്നത്? 12,000 ഇപ്പുറത്തുള്ളത് ഇങ്ങോട്ട് വന്നാൽ ഇവിടെ ഇൻറ്റു അല്ലേ, ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും? ഡിവിഷൻ. അപ്പം 12,715 ബൈ 12.715. അപ്പം നമുക്കറിയാം ഇതിൻ്റെ പോയിന്റ് കളയണമെങ്കിൽ എന്ത് വേണം? മുകളിലും താഴെയും ഡിവിഷൻ ചെയ്യണമെങ്കിൽ പോയിന്റ് കളയണ്ടേ? മുകളിലും താഴെയും 1000 കൊണ്ട് 3 പോയിന്റ് ഉണ്ട്, അതുകൊണ്ട് മുകളിലും താഴെയും 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. പോയിന്റ് കഴിഞ്ഞിട്ട് 3 വാല്യൂ ഉള്ളത് കൊണ്ടാണ് 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇപ്പം എന്ത് വന്നു? 12,715 ഇൻറ്റു 1000 ബൈ ഇവിടുത്തെ എന്തായി? പോയിന്റ് പോയി 12,715. അപ്പം ഇതും ക്യാൻസൽ ആയി പോയി. ദാറ്റ് ഈസ് എത്ര കിട്ടി നമുക്ക്? ₹1000. What was the amount invested? Therefore, P equal to amount deposited per month equal to ₹1000. ഇങ്ങനെ തന്നെ എഴുതണം കേട്ടോ. കൺക്ലൂഷൻ സ്റ്റേറ്റ്മെന്റ് എഴുതണം. റുപ്പീസിന്റെ സൈൻ ഇടാൻ മറക്കരുത്. ആൻസർ കൺക്ലൂഡ് ചെയ്തു എന്ന് നോക്കുന്ന ആൾക്ക് മനസ്സിലാവണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത പ്രോബ്ലത്തിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യനിലേക്ക് വരാം. അതായത് 3rd 4th ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് ഒന്നിച്ച് പറയാം. അതായത് കാരണം എന്താ? ഇൻട്രസ്റ്റും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും കാണാനാണ്. അപ്പോൾ ഈ ഇൻട്രസ്റ്റ് തന്നെ കാണാൻ വേണ്ടി ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല. എപ്പോഴും ഈ ഇൻട്രസ്റ്റിൻ്റെ കണക്ക് വേറെ ഏതെങ്കിലും ഒരു കണക്കിനോട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും അതിനോട് ചേർത്ത് ഇൻട്രസ്റ്റ് കാണാനുള്ളതേ വരുള്ളൂ. അപ്പം അങ്ങനത്തെ ഒരു കണക്ക് എങ്ങനെയാണ് വരാമെന്ന് നോക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ നോക്കിയാൽ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഡേവിഡ് ഓപ്പൺഡ് എ റെക്കറിംഗ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഇൻ എ ബാങ്ക് ആൻഡ് ഡെപ്പോസിറ്റഡ് ₹300 പെർ മന്ത്. അപ്പോൾ 300 പെർ മന്ത് ആണ് എമൗണ്ട് ഫോർ 2 years. ഓക്കെ, ഇഫ് ഹി റിസീവ്ഡ് ₹7,725 അറ്റ് ദ എൻഡ് ഓഫ് ദ മെച്യൂരിറ്റി, ഫൈൻഡ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പെർ ആനം. അപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കാണണം. എന്തൊക്കെ നമുക്ക് തന്നിട്ടുണ്ടെന്നുള്ളത് എടുത്ത് എഴുതാം. എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? നമുക്ക് പി തന്നിട്ടുണ്ട് എത്രയാണെന്ന്? 300. പിന്നെ എൻ്റെ തന്നിട്ടുണ്ട് എത്രയാണ്? 2 years. 2 years എന്ന് വെച്ചാൽ നമുക്ക് മന്ത്സിലാണ് പറയേണ്ടത്. അപ്പോൾ 24 months. പിന്നെ എന്ത് തന്നിട്ടുണ്ട്? മെച്യൂരിറ്റി വാല്യൂ തന്നിട്ടുണ്ട് അല്ലേ? മെച്യൂരിറ്റി വാല്യൂ അയാൾക്ക് 2 വർഷം കഴിഞ്ഞപ്പോൾ അയാൾക്ക് കിട്ടിയ കാശ് തന്നിട്ടുണ്ട്. എത്രയാണ്? ₹7,725. ഇവിടെയും ഇടണം കേട്ടോ റുപ്പീസ് എന്നുള്ളതിൻ്റെ സൈൻ. ഓക്കെ, ഇനി എന്താണ്? R എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ R കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്തും കൂടി വേണ്ടി വരും? എന്തായാലും നമുക്ക് I കണ്ടുപിടിക്കണം. അപ്പോൾ Rഉം Iയും കണ്ടുപിടിച്ചാലാണ് നമുക്കിനി R റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലേക്ക് വരാം. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം ഇൻട്രസ്റ്റിൻ്റെ ഫോർമുല എന്താണ്? ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഫോർമുല എന്താ? P ഇൻറ്റു N ഇൻറ്റു N+1 ബൈ 2 ഇൻറ്റു 12 ഇൻറ്റു R ബൈ 100. ഓക്കെ, അപ്പോൾ ഇതിലാണ് എന്ത്? R ഉള്ളതുള്ളൂ. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ? R കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. കാരണം P ഈക്വൽ ടു എന്നുള്ള ഫോർമുലയിൽ, അതായത് മെച്യൂരിറ്റി വാല്യൂവിൻ്റെ ഫോർമുലയിൽ R എന്നൊരു ടേം ഇല്ല. പിന്നെ നമ്മുടെ കയ്യിലുള്ള ഫോർമുല എന്താ? മെച്യൂരിറ്റി വാല്യൂ ഈക്വൽ ടു എന്താണ്? P ഇൻറ്റു N+I. അപ്പോൾ P ഇൻറ്റു N+I ഈ ഫോർമുലയിൽ എവിടെയും എന്തില്ല? R ഇല്ല അല്ലേ? R ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. R ഉള്ളത് ഏത് ഫോർമുലയിലാണ്? ഇൻട്രസ്റ്റിൻ്റെ ഫോർമുലയിലാണ്. അപ്പം നമുക്ക് സത്യം പറഞ്ഞാൽ ഇൻട്രസ്റ്റ് അറിഞ്ഞിട്ട് വേണം ഇനി R എന്താണെന്ന് കണ്ടുപിടിക്കാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് മെച്യൂരിറ്റി വാല്യൂ നമുക്ക് ഈ രണ്ടാമത്തെ ഫോർമുലയിൽ നമ്മളുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. മെച്യൂരിറ്റി വാല്യൂ ഈക്വൽ ടു നമുക്ക് എന്തറിയാം? 7,725 ഈക്വൽ ടു P അറിയാം 300 ഇൻറ്റു 24 പ്ലസ് I. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ഇതിൽ നിന്ന് വേണമെങ്കിൽ നോക്കിക്കാൻ എന്ത് വരും? ഇൻട്രസ്റ്റിൻ്റെ ഫോർമുല I ഈക്വൽ ടു എന്ത് വരും?
മെച്യൂരിറ്റി വാല്യൂ മൈനസ് പി ഇൻറ്റു എൻ. ആ ഫോർമുല നേരിട്ട് അപ്ലൈ ചെയ്താലും മതി കേട്ടോ. ഇതൊരു ഫോർമുല ആയിട്ട് പഠിച്ചു വെക്കുകയാണെങ്കിൽ ഓക്കെ. അതല്ലെങ്കിൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സബ്ട്രാക്ട് ചെയ്താലും മതി. ദാറ്റ് ഈസ് 7725 ഈക്വൽ ടു 24 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ 12 ബാലൻസ് 1 6 720 7200 പ്ലസ് ഐ. therefore interest equal to എന്ത് വരും? 7725 minus 7200 that is equal to എത്രയാണ്? 525 എന്ന് വന്നു. അത്രയാണ് ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് കിട്ടി നമ്മൾക്ക്. ഇനി ഇത് നമുക്ക് എവിടെ കൊടുക്കാം? ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഐ ഈക്വൽ ടു എന്താണ് ഫോർമുല? പി ഇൻറ്റു എൻ ഇൻറ്റു എൻ പ്ലസ് 1 ബൈ 2 ഇൻറ്റു 12 ഇൻറ്റു ആർ ബൈ 100. അറിയുന്ന കാര്യങ്ങളെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 525 ഈക്വൽ ടു പി എത്രയായിരുന്നു? 300 ഇൻറ്റു 24 ഇൻറ്റു 25 ബൈ 2 ഇൻറ്റു 12 ഇൻറ്റു ആർ ബൈ 100. അപ്പോൾ ദേ 24ഉം 2 ഇൻറ്റു 12ഉം പോയി. ഈ രണ്ട് സീറോസ് ഇതും ക്യാൻസലായി. അപ്പോൾ 3 ഇൻറ്റു 25 3 ഇൻറ്റു 25 നമുക്കറിയാം 75 ആണ്. 75 ആർ ഈക്വൽ ടു 525 എന്ന് കിട്ടി. അപ്പോൾ 75 ആർ ഈക്വൽ ടു 525 ആണെങ്കിൽ therefore r ഈക്വൽ ടു എന്ത് വരും? 525 ബൈ 75. 525 ബൈ 75. 75 ഇൻറ്റു 7 അല്ലേ? 35 ബാലൻസ് 3 525. അപ്പോൾ എന്ത് വന്നു? 7% ആണ് എന്ത്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇങ്ങനെ എഴുതിയാൽ പോരാ, കൺക്ലൂഷൻ ആയിട്ട് എഴുതണം. therefore rate of interest per annum എന്നുള്ളതിന് പി കുത്ത് എ കുത്ത് എഴുതിയാലും മതി കേട്ടോ. ദാറ്റ് ഈസ് ഈക്വൽ ടു 7%. ഇങ്ങനെ എഴുതുമ്പോൾ അത് കംപ്ലീറ്റ് ആവും. അപ്പോൾ ഐ കാണുന്നതും ആർ കാണുന്നതും നമ്മൾ ഈ ഒരൊറ്റ ക്വസ്റ്റ്യനിൽ എങ്ങനെയാണെന്ന് കണ്ടു കേട്ടോ. ഇനി നമുക്ക് ഒരു ടൈപ്പും കൂടി ഇല്ലേ n കാണാനുള്ളത്, അതും കൂടി നോക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യനിലേക്ക് വരാം. എന്താ ചോദിച്ചേക്കുന്നത്? ക്വസ്റ്റ്യൻ ഇതാണ്. ദ മെച്യൂരിറ്റി വാല്യൂ ഓഫ് ആൻ RDA recurring deposit account is rupees 16,176. If the monthly installment is rupees 400 and the rate of interest is 8%, find the time period of the RD account. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് എന്നുള്ളത് എടുത്ത് എഴുതാം അല്ലേ. നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? മെച്യൂരിറ്റി വാല്യൂ അവസാനം എത്ര രൂപയായിട്ട് കിട്ടി എന്നുള്ളത് തന്നിട്ടുണ്ട്. എത്രയാണ്? rupees 16,176. ഇനി മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് 400 ആണ് തന്നിട്ടുണ്ട്. എന്താണ് മന്ത്ലി ഇൻസ്റ്റാൾമെന്റ്? പി. ദാറ്റ് ഈസ് ഈക്വൽ ടു rupees 400. ആറ് തന്നിട്ടുണ്ട്. എത്രയാണ്? 8%. എന്നിട്ട് നമ്മളോട് എന്ത് കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത്? ടൈം പീരീഡ്. ടൈം പീരീഡ് എന്ന് വെച്ചാൽ എന്താണ്? n കണ്ടുപിടിക്കണം. ഓക്കെ. അപ്പോൾ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കിപ്പോൾ എന്ത് തന്നിട്ടില്ല? ഇൻട്രസ്റ്റും തന്നിട്ടില്ല. ഞാൻ പറഞ്ഞു പലപ്പോഴും ഇൻട്രസ്റ്റ് വേറൊരു ചോദ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളോട് ചോദിക്കാറ്. അപ്പോൾ ഇൻട്രസ്റ്റ് അറിയണം, നമുക്ക് എന്നും അറിയണം. അപ്പോൾ നമുക്കറിയാം നമുക്ക് ആകെ 2 ഫോർമുല ഉള്ളൂ, അത് വെച്ചിട്ടുള്ള കച്ചവടം ഉള്ളൂ. അപ്പോൾ നമുക്ക് മെച്യൂരിറ്റി വാല്യൂ ഈക്വൽ ടു ഫോർമുല എന്താണ്? പി ഇൻറ്റു എൻ പ്ലസ് ഐ അല്ലേ. ഇത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. പി മെച്യൂരിറ്റി വാല്യൂ നമുക്കറിയാം എത്രയാണ്? 16,176 ഈക്വൽ ടു പി അറിയാം എത്രയാണ്? 400 ഇൻറ്റു എൻ അറിയില്ല പ്ലസ് ഐയും അറിയില്ല. 16,176 ഈക്വൽ ടു 400 എൻ പ്ലസ് ഐ എന്ന് കിട്ടി അല്ലേ. അപ്പോൾ നമുക്ക് ഇതിന് ഐ ഈക്വൽ ടു എന്ത് പറയാം? ഐ ഈക്വൽ ടു 16,176 മൈനസ് 400 എൻ. നമുക്ക് ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് മാർക്ക് ചെയ്ത് നിർത്താം. കാരണം എന്താ? ഇനി ഇൻട്രസ്റ്റിൻ്റെ ഇക്വേഷനിൽ നമുക്ക് ഒരു ഇക്വേഷനും കൂടി കിട്ടും. അവരെ തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. ഇനി നമ്മുടെ ഇൻട്രസ്റ്റിൻ്റെ ഇക്വേഷൻ എന്താ? ഇൻട്രസ്റ്റ് ഈക്വൽ ടു പി എൻ ഇൻറ്റു എൻ പ്ലസ് 1 ബൈ 2 ഇൻറ്റു 12 ഇൻറ്റു ആർ ബൈ 100. ദാറ്റ് ഈസ് ഈക്വൽ ടു പി എന്തായിരുന്നു? 400. എൻ അറിയില്ല, എൻ പ്ലസ് 1 അറിയില്ല, 2 ഇൻറ്റു 12 ഇൻറ്റു ആർ ബൈ 100. ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. 3 ഇതും ഇത് 8 ആണല്ലോ, ഇത് 4. അപ്പം എന്ത് വന്നു ബാക്കി? 4/3 n ഇൻറ്റു എൻ പ്ലസ് 1. നമുക്കിതിനെ ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിക്കാം. നിങ്ങൾ എപ്പോഴും ഓർക്കണം കേട്ടോ. എന്ത്? ഈ n കാണാൻ, അതായത് നമ്പർ ഓഫ് മന്ത്സ് കാണാൻ ചോദിക്കുന്ന ചോദ്യത്തിനെല്ലാം നമുക്ക് എന്ത് കിട്ടും? ഇങ്ങനെ ചെയ്തു വരുമ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇൻ n കിട്ടും. അത് സോൾവ് ചെയ്തിട്ട് വേണം നമുക്ക് എപ്പോഴും ഉത്തരത്തിലേക്ക് എത്താൻ. ആ കാര്യം എപ്പോഴും ഓർമ്മയുണ്ടാവണം.
അപ്പോൾ നോക്കിയേ, നമുക്ക് ഇവിടെ ഒരു i ഈക്വൽ ടു എന്നൊരു ഇക്വേഷൻ കിട്ടി, അതുപോലെ വീണ്ടും ഒരു i ഈക്വൽ ടു എന്നുള്ള ഇക്വേഷൻ കിട്ടി. അപ്പോൾ ഇനി ഇവരെ തമ്മിൽ ഇക്വേറ്റ് ചെയ്തൂടെ? അപ്പോൾ എന്ത് വരും? ദാറ്റ് ഈസ് 16,176 മൈനസ് 400n ഈക്വൽ ടു ഇപ്പുറത്തെ ദാറ്റ് ഈസ് 4/3 ഇൻറ്റു n ഇൻറ്റു n പ്ലസ് 1. അപ്പോൾ നമുക്ക് ഈ 3നെ ഇങ്ങോട്ട് ചെയ്യാം, ഇപ്പുറത്തെ സൈഡിലേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ. ദാറ്റ് ഈസ് 3 ഇൻറ്റു 16176 മൈനസ് 400n ഈക്വൽ ടു 4n ഇൻറ്റു n പ്ലസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു ഇതുകൊണ്ട് ഓരോന്നിനെ മൾട്ടിപ്ലൈ ചെയ്യാം. 3 ഇൻറ്റു 16176 മൈനസ് 3 ഇൻറ്റു 400n ഈക്വൽ ടു ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 4 നമുക്കിപ്പോൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണ്ട. നോക്കിയേ, ഒരു സിംപ്ലിഫിക്കേഷൻ ഉള്ള ചാൻസ് ഉണ്ട് അല്ലേ? ഇതിലെല്ലാം ഒരു 4 കാണുന്നില്ലേ? അപ്പോൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്താ ഗുണം? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അത്രയും സിംപ്ലിഫൈഡ് ഫോമിൽ കിട്ടും. അപ്പോൾ നമുക്ക് അത്രയും ബുദ്ധിമുട്ട് കുറയുമല്ലോ. നമ്മളിപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുന്നില്ല, എന്ത് ചെയ്യാണ്? ഇപ്പോഴും മാത്സ് ചെയ്യുന്നവർക്ക് ഒരു ഫോഴ്സൈറ്റ് വേണം കേട്ടോ, മുന്നോട്ട് പോകുന്നതിനെ കുറിച്ച് ഒരു ധാരണ വേണം. അപ്പോൾ നമ്മൾ പറയാറില്ലേ, ചെസ്സിൽ മൂവ്മെൻറ്റ് നടത്തുന്നതിന് മുമ്പ് 4 മൂവ്മെൻറ്റ് നമ്മൾ മുമ്പിൽ കണ്ടിട്ടുണ്ടാവണം എന്ന് പറഞ്ഞിടക്ക് ഇത് ചെയ്ത് വെറുതെ മൾട്ടിപ്ലൈ ചെയ്ത് വലുതാക്കല്ല, എങ്ങനെ നമുക്ക് ചെറുതാക്കി ചെയ്യാന്നുള്ളതാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എല്ലാത്തിലും ഒരു 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാനുള്ള ചാൻസ് കാണുന്നുണ്ട് അല്ലേ? ഹോൾ ഡിവൈഡഡ് ബൈ 4. അപ്പോൾ അത് ഇവിടെ ചെയ്യാൻ ഇപ്പുറത്ത് ചെയ്യാം കേട്ടോ. Therefore, dividing by 4 എന്ത് കിട്ടും? 3 ഇൻറ്റു 16176 by 4 മൈനസ് 3 ഇൻറ്റു 400 by 4 ഈക്വൽ ടു 4/4 ഇൻറ്റു n ഇൻറ്റു n പ്ലസ്. ഇവിടെ ഒരു n ഇടാൻ വിട്ടുപോയായിരുന്നു അല്ലേ? n ഇട്ടു. പിന്നെ എന്തോന്നു 4 വെച്ചപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12 ബാലൻസ് 1 13 ബാലൻസ് 1 12 മൈനസ് 300n ഈക്വൽ ടു n സ്ക്വയർ പ്ലസ് n. ഇങ്ങനെ വന്നില്ലേ? ഇനി എന്നിലുള്ള ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആക്കാൻ എന്ത് ചെയ്യുക? എല്ലാം കൂടി ഒരു വശത്തേക്ക് കൊണ്ടുവരാം. n സ്ക്വയർ പ്ലസ് n ഈ വശത്തേക്ക് തന്നെ ഇപ്പുറത്തുള്ളത് ബാക്കി. അപ്പോൾ 300n ഇതെന്താവും? മൈനസ് 12132 ഈക്വൽ ടു 0. ഇവരെ തമ്മിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന എന്നിൻ്റെ ടേംസിൽ ഐറ്റംസ് തമ്മിൽ ആഡ് ചെയ്യാം. അപ്പോൾ എന്തോന്നു? n സ്ക്വയർ പ്ലസ് 301n minus 12,132 equal to 0. So we got a quadratic equation in n. ഇനി ഇതിനെ നമുക്ക് സോൾവ് ചെയ്യണം. ഇത് സോൾവ് ചെയ്യണം എങ്ങനെയാ? കഴിഞ്ഞ വർഷം ഫാക്ടറൈസേഷൻ്റെ പാഠം പഠിച്ചത് വെച്ചിട്ട് എന്തായിരുന്നു? ആഡ് ചെയ്യുമ്പോൾ 301ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 301ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് 12,132ഉം കിട്ടുന്ന രണ്ട് നമ്പേഴ്സ് ഏതാണെന്ന് നോക്കണം. അതിനുവേണ്ടി എന്താ ചെയ്യുക? 12,132നെ ഫാക്ടറൈസ് ചെയ്യുക അല്ലേ? 12,132നെ ഫാക്ടറൈസ് ചെയ്യുന്നു. 2 വെച്ച് ചെയ്യാം. 2 വെച്ച് ചെയ്യുമ്പോൾ 6, പിന്നെ 0, 13 ആകുമ്പോൾ വീണ്ടും 6, വീണ്ടും 2 വെച്ച് ചെയ്യുമ്പോൾ 12 വരും 6. ഇനി ഇതിനെ നമുക്ക് 6 വെച്ച് ചെയ്യാമല്ലോ. അപ്പോൾ 1 0 1 1. ഇതിനെ ചെയ്യാൻ പറ്റുന്ന നമ്പർ ഏതാ? 1ൽ അവസാനിക്കണം. ഓക്കെ, 3 വെച്ച് ചെയ്യാം അല്ലേ? 3 വെച്ച് ചെയ്യുമ്പോൾ 3 times 9, വീണ്ടും 3 times 9, പിന്നെ 7, 337. 337 ഒരു പ്രൈം നമ്പർ അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് നിർത്താനേ പറ്റുള്ളൂ. അപ്പോൾ നോക്കിയപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? 2 6 3 337. ഈ 6നെ ശരിക്കും എന്ത് എഴുതണം? പ്രൈം ഫാക്ടറൈസേഷൻ അല്ലേ നമ്മൾ ചെയ്യുന്നത്? അപ്പോൾ 2 × 3 6നെ ഒന്ന് മാറ്റി എഴുതിയാൽ മതി, പ്രൈം ഫാക്ടറൈസേഷൻ. അപ്പം നോക്കാം, നമുക്ക് കൂട്ടുമ്പോൾ 301 വേണം, മൾട്ടിപ്ലൈ ചെയ്യുമ്പം നെഗറ്റീവ് വരികയും വേണം. അപ്പം അങ്ങനെയുള്ള നമ്പർ എന്ന് പറഞ്ഞാൽ 4 9 36 337. ശരിയാവൂലോ അല്ലേ? നോക്കി, ഒരെണ്ണം വലിയ നമ്പർ പോസിറ്റീവ്, ചെറിയ നമ്പർ നെഗറ്റീവ്. കാരണം എന്താ? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നെഗറ്റീവ് വരണമെങ്കിൽ ആരെങ്കിലും ഒരാൾ നെഗറ്റീവ് ആകണം. പക്ഷെ ആഡ് ചെയ്തപ്പോൾ എന്താ? പോസിറ്റീവ് ആണ്. ഇതിനകത്ത് എന്താ? വലിയ നമ്പർ ആയിരുന്നു പോസിറ്റീവ്. അപ്പോൾ മൈനസ് 36ഉം 337ഉം ആഡ് ചെയ്യുമ്പോൾ 301 അല്ലേ? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതും അല്ലേ? അപ്പോൾ ആ രണ്ട് നമ്പേഴ്സാണ് അതിൻ്റെ ഫാക്ടേഴ്സ് മനസ്സിലായി. ഇനി ഇതല്ലെങ്കിൽ നിങ്ങൾ ഫാക്ടറൈസേഷനിൽ 2-3 മെത്തേഡ് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഏത് മെത്തേഡ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ.
അപ്പം -37ഉം 337ഉം -36ഉം 337. അപ്പം എന്താ എഴുതാം നമുക്ക്? n - 36 ഇൻറ്റു n + 337 = 0. ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്തു. ദാറ്റ് ഈസ് ഇതിനെ ഇനി ഒരു എടുത്ത് എഴുതാമല്ലോ. n - 36 = 0, n + 337 = 0. Therefore n ന് എന്തൊക്കെ കിട്ടും? 36 or n = -337 എന്ന് എടുക്കാൻ പറ്റുമോ? നമ്പർ ഓഫ് മന്ത്സ് നെഗറ്റീവ് ആകുമോ? ഇല്ല. അപ്പോൾ ഇത് പോസിബിൾ അല്ല. Therefore എന്തേ ഉള്ളൂ? Therefore number of months or time period എന്നല്ലേ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കണേ. Therefore time period = 36 months. ഇങ്ങനെയാണ് n കണ്ടുപിടിക്കേണ്ടത്. എല്ലാ ചോദ്യത്തിലും ഓർത്തോണം എന്താണ്? എന്നിലുള്ള ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിരിക്കും കിട്ടുന്നത്. ഇനി എപ്പോഴും ഓർക്കാം, മിക്കവാറും എന്നിൻ്റെ കണക്ക് ഏത് സെക്ഷനിലാണ് ചോദിക്കുക? സെക്ഷൻ ബിയിലാണ് ചോദിക്കുക. കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള കണക്കുകൾ ചോദിക്കുന്ന സെക്ഷൻ അതല്ലേ, അപ്പോൾ അവിടെയാണ് ചോദിക്കുക. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് വെച്ചിട്ടുള്ളത് സോൾവ് ചെയ്ത് തന്നെ പരിശീലിക്കണം കേട്ടോ. കഴിഞ്ഞ വർഷത്തെ ഫാക്ടറൈസേഷൻ്റെ പാഠം പഠിച്ചിട്ടില്ലെങ്കിൽ നന്നായി തറവായിട്ടെടുത്ത് പഠിക്കുക ഒന്നും കൂടി. കാരണം ഒത്തിരി സ്ഥലത്തിന് ഈ ടെക്സ്റ്റിൽ ഒത്തിരി സ്ഥലത്ത് ഫാക്ടറൈസേഷൻ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ 5 ടൈപ്പ് കണക്ക് എങ്ങനെയാണ് ബാങ്കിങ്ങിൽ നിന്ന് വരാമെന്ന് പഠിച്ചു. ആകെ 2 ഫോർമുലേനെ ബേസ് ചെയ്തിട്ടാണ് എല്ലാ കണക്കും ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ 5 മെത്തേഡും, അതായത് 5 തരം കണക്കും ഈ 2 ഫോർമുലയും പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നമ്മുടെ 6% ഓഫ് മാർക്സ് നമ്മുടെ കയ്യിലിരിക്കും. അപ്പോൾ നിങ്ങൾ പറയാം ബാങ്കിങ്ങിൻ്റെ ഇങ്ങനത്തെ ക്ലാസ് എങ്ങനെ ഇരുന്നു, നിങ്ങൾക്ക് ഓക്കെ ആയിരുന്നോ എന്നുള്ള ഫീഡ്ബാക്ക് തരാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.